നിങ്ങൾക്ക് NTPC എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ്റെ ചെറിയൊരു സ്കെച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജിത. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് RRB NTPC എക്സാമിന് സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ പ്രാധാന്യത്തെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് അറിയാം, സയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ 10th ലെവൽ +2 ലെവൽ ആ ഒരു ലെവലിലേക്കാണ് നിങ്ങൾ സയൻസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഒത്തിരി ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ NTPC എക്സാമിന് മുൻ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റിൽ നിന്നാണ് നമുക്ക് സയൻസ് ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് എത്രയൊക്കെ സ്കോർ അല്ലെങ്കിൽ എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഓരോ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം എന്നൊരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ് സബ്ജക്ട്സ് വരുന്നത്. നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. എല്ലാ ടോപ്പിക്കിൽ നിന്നും എന്താണ് 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കിയാൽ ഓൾമോസ്റ്റ് ഒരു 7 to 8 അല്ലെങ്കിൽ ഒരു 10ന്റെ അടുത്ത് നിങ്ങൾക്ക് എന്താണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത്. വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ ഒത്തിരി ഡീപ്പായിട്ടൊന്നും പോവാതെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ NTPC എക്സാമിന് സയൻസ് ഭാഗത്തു നിന്നും എന്തൊക്കെയാണ് ടോപ്പിക്സ് വരുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ജനറൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ എൻവയൺമെന്റ് എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എൻവയൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കുറേയധികം മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അത് കൃത്യമായി ഓർത്തിരിക്കുക. അതിൻ്റെ എല്ലാത്തിൻ്റെയും വർഷം പ്രധാനമാണ്. എല്ലാത്തിൻ്റെയും നേതാക്കളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഓരോ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും ഓരോ ഭാഗത്തു നിന്നും എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കറണ്ട് അഫെയർസ് ഭാഗവുമായി ബന്ധപ്പെടുത്തി വേണം നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും നോക്കാനായിട്ട്. ഓക്കെ, അടുത്ത ലിവിങ് ഓർഗാനിസം. ലിവിങ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി അധികം കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഭാഗത്താണ് നമ്മുടെ സെല്ല്, ടിഷ്യൂസ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് അല്ലേ. പ്രോകാരിയോട്ടിക്, യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ഓരോ ഭാഗത്തും വരുന്ന എക്സാമ്പിളുകൾ അതെല്ലാം ഈ ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുന്ന ഭാഗത്താണ് വരുന്നത്. ആൻഡ് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ലൈഫ് പ്രോസസ് ഇൻ ഓർഗാനിസം ആൻഡ് പ്ലാന്റ്സ്. അത് ചെറിയൊരു വേർഡിൽ കൊടുത്തു അല്ലെങ്കിൽ ചെറിയൊരു സെന്റൻസിൽ കൊടുത്തു എങ്കിലും അതൊരു വലിയ ടോപ്പിക്കാണ്, വാസ്റ്റ് ടോപ്പിക്കാണ് അല്ലേ. ഇതിൻ്റെ അകത്താണ് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. നമ്മുടെ റെസ്പിറേഷൻ ആണെങ്കിലും ഡൈജഷൻ ആണെങ്കിലും ഈവൻ നമ്മുടെ വൈറ്റമിൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്ന ടോപ്പിക് വരുന്നത് ഈ ഭാഗത്താണ്. അതേപോലെ ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ടുള്ള റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, ഡൈജഷൻ, റീപ്രൊഡക്ഷൻ, സർക്കുലേഷൻ, എൻഡോക്രൈൻ സിസ്റ്റം, അതായത് ഹോർമോൺസ് വരുന്ന ഭാഗങ്ങളെല്ലാം എന്താണ് ഉൾക്കൊള്ളുന്ന ഒന്നാണ് ലൈഫ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പം അത്രയും പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പ്രതീക്ഷിക്കാം. അത് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്, മുൻ വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഈ ഭാഗത്ത് നിന്ന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നോക്കുക. നമ്മൾ തന്നെ നമ്മുടെ ഈ പറയുന്ന ചാനലിൽ തന്നെ പല രീതിയിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഏത് രീതിയിലാണ് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ വലിയ ഡീപ്പായിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാ എക്സാമിനും ഏകദേശം ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് കണ്ടുവരുന്നത്. അപ്പം ആ രീതിയിൽ വളരെ ബേസിക്സ് മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ തന്നെ ഈ ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇവിടെ ഹ്യൂമൻ ബോഡി മാത്രമല്ല പ്ലാന്റ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സിൻ്റെയും സ്ട്രക്ചർ, അതിൻ്റെതായിട്ടുള്ള ഇന്റേണൽ സ്ട്രക്ചർ, അതിൻ്റെ ഫിസിയോളജി, എല്ലാ കാര്യങ്ങളും, ഫോട്ടോസിന്തസിസ് പോലുള്ള ഭാഗങ്ങളെല്ലാം വരുന്നത് ഈ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ. പിന്നെ ഹെറിഡിറ്റി ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ജനറ്റിക്സ് ആണ് അല്ലേ. അവിടെ ജീനുകളെ പറ്റിയും DNA പറ്റിയും ഓരോ ജനറ്റിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സിനെ പറ്റിയും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രോമസോമൽ ആൻഡ് ജനറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾ, ആ ഭാഗങ്ങളെല്ലാം വരുന്ന ഒന്നാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. എവല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഓരോരോ സയന്റിസ്റ്റുകളും മുന്നോട്ട് വെച്ചിട്ടുള്ള കോൺസെപ്റ്റുകൾ, ഈ പറയുന്ന മുന്നോട്ട് വെച്ചിട്ടുള്ള കോൺസെപ്റ്റുകളുടെ വർഷങ്ങൾ, എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ്, അതെല്ലാമാണ് കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടത്. ഈ ഭാഗത്ത് ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്ന ഭാഗം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. ആൻഡ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ, ഓരോ പീരീഡിലും എന്തൊക്കെയാണ് വന്നത്, നമ്മുടെ പ്ലാന്റ്സ് വന്ന പീരീഡ് ഏത്, ആനിമൽസ് വന്ന പീരീഡ് ഏത്, റെപ്റ്റൈൽസ് വന്ന പീരീഡ് ഏത്, ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്ന ബേർഡ്സിന്റെയും റെപ്റ്റൈൽസിന്റെയും ഇടയ്ക്കായിട്ട് കാണുന്ന ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്നത് അത് പ്രത്യക്ഷപ്പെട്ട പീരീഡ് ഏത്, അതെല്ലാം കൃത്യമായി
കൃത്യമായിട്ട് എന്താണ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അതും ഈ ഭാഗത്ത് ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് അടുത്ത എന്താണ് നമ്മുടെ കെമിസ്ട്രിയുടെ ഭാഗത്തേക്ക് വന്നു. ആറ്റംസ്, മോളിക്യൂൾസ്, ഓരോ രീതിയിലുള്ള മോഡലുകൾ, സയന്റിസ്റ്റുകൾ, വർഷങ്ങൾ, അതിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് എല്ലാം ഓർത്ത് വെക്കുക. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകേണ്ട ഒരു ഭാഗം തന്നെയാണത്. ആസിഡ്, ബേസ്, സോൾട്ട്, ഓരോ രീതിയിലുള്ള ആസിഡുകളും ആസിഡുകളുടെ എക്സാമ്പിളും എല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അടുത്തത് എന്താണ് പറയുക, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയോഡിക് ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മൂലകങ്ങളുടെയും പൊസിഷൻ കൃത്യമായി ഓർത്ത് വെക്കുക. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എല്ലാത്തിലും വരുന്നതിൻ്റെ എക്സാമ്പിൾസ് ഓരോന്നിനും ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അതുകൂടി ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് ലോസ് ആൻഡ് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും എന്താണെന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. വളരെ ബേസിക് ലെവലിൽ വരുന്ന പ്രോബ്ലംസും കൂടി ആ ഭാഗത്ത് നോക്കിയിട്ട് പോവുക. വർക്ക് ആൻഡ് എനർജി, സൗണ്ട്, ലൈറ്റ്, ഇലക്ട്രിസിറ്റി, സോഴ്സസ് ഓഫ് എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഡിസീസസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സ്ഥിരം എക്സാമിന് ചോദിച്ചു വരുന്നതാണ് ഈ പറയുന്ന ഓരോ അസുഖങ്ങളും, ഈ അസുഖം ഉണ്ടാക്കുന്ന അസുഖകാരികൾ. അത് ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഫംഗസ് ആയിക്കോട്ടെ, പ്രോട്ടോസോവൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേംസ്, ഹെൽമിന്തുകളായിക്കോട്ടെ, ഏത് രോഗകാരിയാണ് ഇത് ഈ അസുഖം ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്, അസുഖത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ്, ഈ അസുഖത്തെ പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, ഇത്രയും കാര്യങ്ങൾ ഓരോ ഡിസീസ് എടുക്കുമ്പോൾ പഠിക്കണം. ഈ പറയുന്ന സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ മാത്രമല്ല, അവിടെ എന്താ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെ, ഹാർട്ട് അറ്റാക്ക്, അതേപോലെ തന്നെ BP, അത്തരത്തിലുള്ള അത്തീറോസ്ക്ലീറോസിസ് അല്ലെ, അത്തരത്തിലുള്ള സ്ട്രോക്ക് എല്ലാം എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ടതാണ്. അതെന്താണ് സ്പ്രെഡ് ചെയ്യാത്ത അസുഖങ്ങളാണ് അല്ലെ. അപ്പൊ ഓരോ അസുഖങ്ങളും ഈ പറയുന്ന സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം തന്നെ എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസിനും കൊടുക്കുക. ഓരോ ഡിസീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ എന്താണെന്നും കൂടി നോക്കി വെക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ്. അപ്പൊ നമ്മൾ ഇത്രയുമാണ് നിങ്ങൾ പ്രധാനമായും സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും ആ ടോപ്പിക്കിൽ ഇപ്പോൾ എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസോ കാര്യങ്ങളോ ഈ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അതുകൂടി നോക്കിക്കൊണ്ട് പോവുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇനി ഈ ഒരു രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ സയൻസിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അത് എന്നും നിങ്ങൾ ജനറൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന് ഒരു 3 മണിക്കൂർ നിങ്ങൾ കൃത്യമായി സ്പെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, ഈ 3 ടോപ്പിക്കിനും കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. 3 മണിക്കൂർ ഡെയിലി നിങ്ങൾ ജനറൽ സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് NTPC എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ്റെ ചെറിയൊരു സ്കെച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. മാത്സിന് എന്നും നിങ്ങളൊരു 2.5 മണിക്കൂറെങ്കിലും സ്ഥിരം സ്പെൻഡ് ചെയ്യണം. ഒട്ടും മാത്സിനെ പറ്റി യാതൊരു ധാരണ ഇല്ലാത്ത ഒരാളാണെങ്കിൽ വളരെ ബേസിക് മുതൽ നിങ്ങൾ നോക്കണം. ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഈ പറയുന്ന ടിപ്സോ ട്രിക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ടൈമാണ് ഈ 2.5 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾ മാത്സിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്ക് സ്കോറിംഗ് ഏരിയ തന്നെയാണ് മാത്സ് എന്ന് പറയുന്ന NTPCക്ക്. പിന്നെ റീസണിങ് എന്ന് പറയുന്നത്, ഇപ്പോൾ റീസണിങ് ആണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും എടുത്ത് വെച്ച് നിങ്ങൾ ഒത്തിരി ടൈം ആ ഒരു ക്വസ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യും. അപ്പോൾ റീസണിങ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ ഡെയിലി അതിൻ്റെ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്തിരിക്കണം. അതിൽ മുൻ വർഷം നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നത് തന്നെയാണ് ഒരു പോം വഴി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ജനറൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ 3 മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യുക. പിന്നെ ഇനി എന്നും നിങ്ങൾ ബാക്കി എന്ത് വിട്ടാലും നിങ്ങൾ ഒരിക്കലും വിട്ടു പോകരുതാത്ത ഒന്നാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്നും ഒരു 1.5 മണിക്കൂർ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു അതേപോലെ തന്നെ അത്രയും ടൈം വെച്ച് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ സോൾവ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ മോക്ക് ടെസ്റ്റ് അനാലിസിസ്, എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത്, എന്തുകൊണ്ട് ആ മിസ്റ്റേക്ക് വന്നു, എന്തുകൊണ്ട് നിങ്ങൾ ആ ഓപ്ഷനിലേക്ക് എത്തിയില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ആ ഓപ്ഷന്റെ എക്സ്പ്ലനേഷൻസ് എന്താണ്, അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും എടുത്തു വെച്ച് എവിടെ മിസ്റ്റേക്ക് വന്നു, എന്തുകൊണ്ട് മിസ്റ്റേക്ക്
മിസ്റ്റേക്ക് വന്നു എന്ന് നോക്കി പോകാനായിട്ടുള്ള ടൈമാണ് ഈ 1 hour എന്ന് പറയുന്നത്. ഓരോ മണിക്കൂർ ഡെയിലി നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റിൽ തെറ്റുപറ്റിയ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഒരു ഡെയിലി റുട്ടീൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ NTPC എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമേ അല്ല, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് എന്നുള്ളൊരു രീതിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ CCയിൽ RRB NTPC ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ടേം ബാച്ചസ് ആണ്. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടതായിട്ടുള്ള ടോപ്പിക്ക് തിരിച്ച് ഓരോ ടോപ്പിക്കിലും നിങ്ങൾക്ക് എന്താണ് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. ഓരോ ക്ലാസ്സിൻ്റെ തൊട്ട് താഴത്തായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ PDF നോട്ട്സ് കിട്ടുന്നുണ്ട്. ഈ ഓരോ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് അല്ലെ, MCQs നിങ്ങളിലേക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകൾ മിസ്സായവർക്ക് ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് നമ്മുടെ ആപ്പിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ എല്ലാ വീക്കിലും നമുക്ക് മോക്ക് എക്സാംസ് ഉണ്ട്. മോക്ക് എക്സാംസിൽ നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള പ്രാക്ടീസുകളുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് മെൻറ്റർഷിപ്പ്, അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ NTPC ബാച്ചിൻ്റെ പ്രത്യേകതകളാണ്. അതുകൂടാതെ നമുക്ക് ഫ്രീ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് വാട്സപ്പിൽ. അപ്പോൾ ഈ പറയുന്ന ഫ്രീ ഗ്രൂപ്പിൻ്റെയൊക്കെ ഭാഗമാവുകയാണെങ്കിൽ ഡെയിലി വർക്കൗട്ടും കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ലോങ് ബാച്ചിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അടുത്ത NTPC എക്സാമിൻ്റെ ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഇത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.